LDF സർക്കാരിൻ്റെ കാലത്ത് പാലത്തായി കേസന്വേഷണവും അതിൻ്റെ വിചാരണ നടപടികളും അതീവ ജാഗ്രതയോടെയാണ് നടത്തിയിരുന്നത്. അതിൻ്റെ ഫലമായിട്ടാണ് കേസിലെ പ്രതിയായിട്ടുള്ള പത്മരാജന് ശിഷ്ടകാല ജീവിതം മുഴുവൻ തടവ് ശിക്ഷ, കഠിന തടവ് ശിക്ഷ ലഭിക്കുന്ന വിധത്തിലുള്ള വിധി തലശ്ശേരി പോക്സോ കോടതി പുറപ്പെടുവിച്ചത്. അങ്ങനെയുള്ള ഒരു കുറ്റവാളിക്കാണ് ശിഷ്ടകാല ജീവിതം പൂർണ്ണമായി തടവിലടക്കപ്പെടാൻ വേണ്ടി വിധിക്കപ്പെട്ട ഒരു കുറ്റവാളിക്കാണ് ഇപ്പോൾ UDF സർക്കാർ ജാമ്യം ഒരുക്കി കൊടുത്തിട്ടുള്ളത്. ജാമ്യം ഒരുക്കി കൊടുക്കുക മാത്രമല്ല, ആ ശിക്ഷ ഇപ്പോൾ സസ്പെൻഡ് ചെയ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. സാധാരണ നിലയിൽ ജീവപര്യന്തം പോലുള്ള ശിക്ഷ വിധിക്കപ്പെട്ട കേസുകളിൽ ജാമ്യത്തിൻ്റെ കാര്യം പരിഗണിക്കുന്നത് തന്നെ 2-3 വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ്. വളരെ എളുപ്പം ജാമ്യം കിട്ടില്ല. ഇത് ജീവപര്യന്തമല്ല, ശിഷ്ടകാല ജീവിതം പൂർണ്ണമായും കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ട ഒരാൾക്കാണ് ഉടനവേ ജാമ്യം ലഭിക്കുന്നത്. ഈ കേസ് ഒക്ടോബർ മാസത്തിലാണ് 2026 ഒക്ടോബർ മാസത്തിലേക്കാണ് കേസ് പോസ്റ്റ് ചെയ്തിരുന്നത്. ഒക്ടോബർ മാസത്തിൽ കേസ് പോസ്റ്റ് ചെയ്തത് LDF ഗവൺമെൻറ് അധികാരത്തിലിരിക്കുന്ന ഘട്ടത്തിലായിരുന്നു, മാർച്ച് മാസത്തിൽ. ആ സമയത്ത് ഒക്ടോബറിലേക്ക് പോസ്റ്റ് ചെയ്ത കേസ് UDF അധികാരത്തിൽ വന്നതോടുകൂടി മെൻഷൻ ചെയ്ത് ആ കേസ് അഡ്വാൻസ് ആ ക്ലാസ് റൂമിന്റെ തൊട്ടടുത്താണ്, തൊട്ടടുത്ത് തന്നെയാണ്. പക്ഷെ തൊട്ടടുത്താണെന്ന് പറയുമ്പോൾ പോക്സോ കോടതി ഇക്കാര്യം വിശദമായി പരിശോധന നടത്തിയതാണ്. എന്താ തൊട്ടടുത്തെന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഈ ചുമരിന്റെ തൊട്ടടുത്താണല്ലോ അടുക്കള, ഇവിടെയുള്ള ഡൈനിങ് ഹാള് തൊട്ടടുത്താണല്ലോ, അല്ലെങ്കിൽ ഇതിന്റെ തൊട്ടടുത്താണല്ലോ CPM-ന്റെ ഓഫീസിരിക്കുന്ന ആ റിസപ്ഷൻ ഉൾപ്പെടെയുള്ള സ്ഥലം, ഇതിന്റെ തൊട്ടടുത്താണല്ലോ. പക്ഷെ ആ തൊട്ടടുത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ടോ? ആ തൊട്ടടുത്തേക്ക് നിങ്ങൾക്ക് പോകാൻ കഴിയുമോ? പോകണമെങ്കിൽ ഇതുവഴി ചുറ്റിക്കറങ്ങി പോകണ്ടേ? അതുപോലെയാണ് ഈ തൊട്ടടുത്തിന്റെ കണക്ക്. എന്താ തൊട്ടടുത്ത്? ഈ ചുമരിന്റെ തൊട്ടടുത്താണ് അടുത്ത മുറി കിടക്കുന്നത്. പക്ഷെ ഇതിലൂടെ പോകാൻ കഴിയില്ല. അവിടെ എന്താ നടക്കുന്നത് കാണാൻ കഴിയില്ല. ഇതാണല്ലോ ഈ തൊട്ടടുത്ത്. അവിടെ പോയി പരിശോധിക്കുന്ന ആൾക്ക് മനസ്സിലാവും. ഈ ടോയ്ലറ്റ് കിടക്കുന്ന സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ചുറ്റിക്കറങ്ങി പോകണം. ആ ക്ലാസ് റൂമിൽ ഒരാൾ എഴുന്നേറ്റിരുന്നാൽ പോലും ഈ ടോയ്ലറ്റിൽ അങ്ങോട്ടേക്കാരൻ പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് കാണാൻ കഴിയില്ല. ഇത് പോക്സോ കോടതിയിൽ തെളിയിക്കപ്പെട്ടതല്ലേ? എന്തുകൊണ്ടാണ് ഇക്കാര്യം അപ്പീൽ കോടതിയിൽ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഇത് കോടതിയെ ബോധ്യപ്പെടുത്താതിരുന്നത്? ഇപ്പൊ മൊഴി മാറ്റി പറഞ്ഞു. ഇതും വിചാരണ കോടതിയിൽ വന്നതല്ലേ? എന്താ സംഭവം? 10 തവണയോ മറ്റോ ഈ കുട്ടിയെ ചോദ്യം ചെയ്യുന്നുണ്ട്. അതിന്റെ വലിയ മാനസിക സമ്മർദ്ദം ഉണ്ടാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ മാധ്യമങ്ങളിൽ വലിയ വാർത്ത, സോഷ്യൽ മീഡിയയിലുള്ള പ്രചരണം. സ്വാഭാവികമായും അങ്ങനെയുള്ളൊരു കുഞ്ഞ് വീട്ടിലും കുടുംബത്തിലും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമ്മർദ്ദം ഉണ്ടല്ലോ. അതിന്റെ ഭാഗമായിട്ട് ഒരു ചെറിയ കുട്ടിയല്ലേ,
ആ കുട്ടിയുടെ ഒരു മാനസിക നിലയുടെ ഒരു പ്രശ്നമില്ലേ, അത് അന്ന് കോടതിയെ കൃത്യമായി ബോധ്യപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞല്ലോ. ഒരു മുതിർന്ന ആളല്ലല്ലോ, ഒരു കൊച്ചു കുഞ്ഞല്ലേ. എന്തുകൊണ്ടാണ് ആ അവസ്ഥ ഇപ്പോൾ അപ്പീൽ കോടതി എന്തുകൊണ്ട് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല? അപ്പൊ യഥാർത്ഥത്തില് ജാമ്യം നൽകുന്നതിന് കാരണമായി കോടതി ചൂണ്ടിക്കാണിച്ച എല്ലാ കാര്യങ്ങളും നേരത്തെ പ്രതിക്ക് വേണ്ടി ഹാജരായിട്ടുള്ള അഭിഭാഷകർ പോക്സോ കോടതിയിൽ കൃത്യമായി അവതരിപ്പിച്ചതാണ്. ആ അവതരിപ്പിച്ച കാര്യങ്ങളെല്ലാം ഓരോന്നോരോന്നായി പൊളിച്ചെടുക്കാൻ അന്നത്തെ പ്രോസിക്യൂഷൻ സംവിധാനത്തിന് കഴിഞ്ഞിരുന്നു. തെളിവ് സഹിതം പൊളിച്ചെടുക്കാൻ വേണ്ടി കഴിഞ്ഞിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് തലശ്ശേരി പോക്സോ കോടതി ഇയാൾക്ക് ജീവിത അവസാനം വരെ കഠിന തടവ് ശിക്ഷ വിധിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം.